രാമ 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 രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലാന്വയരത്നദീപം ആജാനുബാഹും അരവിന്ദദളായദാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. രാമം നിശാചര വിനാശകരം നമാമി. ജടാകലാപശോഭിതം സമസ്തപാപനാശകം സ്വഭക്തഭീതിഭഞ്ജനം ഭജേഹ രാമം ആശ്രയം. ശ്രീരാമ രാമ രഘുനന്ദന രാമ രാമ ശ്രീരാമ രാമ ഭരതാഗ്രജ രാമ രാമ ശ്രീരാമ രാമ രണകർക്കശ രാമ രാമ ശ്രീരാമ രാമ ശരണം ഭവ രാമ രാമ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ശ്രീരാമദൂതം ശിരസാ നമാമി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ
ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും സാദര നമസ്കാരം. രാമായണ അമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാമായണ അമൃതത്തിൽ രാമായണ അനുസ്മരണം, രാമായണ സംസ്കൃതിയാണ്. വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അത്യാവശ്യമായിട്ടുള്ള ചില ഈരടികളൊക്കെ ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട്, ആ കഥാഭാഗങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട് പഠിച്ചവർക്കും മനസ്സിലാക്കിയവർക്കും ഒരിക്കൽ കൂടി അയവിറക്കാൻ വേണ്ടിയിട്ട് സംസ്കരിച്ചെടുത്തതാണ് നമ്മുടെ രാമായണാമൃതം. ഇന്ന് 15ാം സുദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആരണ്യകാണ്ഡത്തിലേക്ക് അതോടുകൂടി കടക്കുകയാണ്. ഭരതൻ നന്ദിഗ്രാമത്തിൽ രാമപാദുകങ്ങള് പൂജിച്ചുകൊണ്ട് ഭരണം നടത്തുന്നു. ശ്രീരാമേന്ദ്രസ്വാമിയാണെങ്കിൽ ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ ശ്രീരാമചരിതങ്ങളതിലും വിശേഷിച്ചു സാരമായൊരു മുക്തി സാധനം രസായനം ഭാരതീ ഗുണം തവ പരമാമൃതമല്ലോ പാരാതെ പറകെന്നു കേട്ടു പൈങ്കിടി ചൊന്നാൾ. പൈങ്കിളിയെ കൊണ്ട്, കിളിയെ കൊണ്ട് വീണ്ടും വീണ്ടും കഥ പറയുകയാണ്. ഇവിടെ ദണ്ഡകാരണ്യത്തിലെ വിശേഷങ്ങളാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഇന്ന് അത്രി ആശ്രമ പ്രവേശത്തോടു കൂടിയിട്ട് മഹാരണ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ആ മഹാരണ്യ പ്രവേശം, ഇവിടെ വിരാധവധം, ശരഭംഗ മന്ദിര പ്രവേശം, യോഗീന്ദ്രന്മാരൊക്കെ കൂടിയിട്ട് ഭഗവാനെ വീണ്ടും യോഗീന്ദ്രനാക്കുന്ന രംഗം, മുനിമണ്ഡലങ്ങളിലേക്ക് ചെല്ലുന്നു. അത്യപൂർവമായിട്ടുള്ള ചില രംഗങ്ങള് അവിടെ. ആ മുനിമണ്ഡല സമാഗമം സുതീഷ്ണ മുനിയുടെ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. സുതീഷ്ണ സ്തുതി, അഗസ്ത്യ സന്ദർശനം, അഗസ്ത്യ സ്തുതി തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ശ്രീരാമചന്ദ്രസ്വാമി ചിത്രകൂടത്തിൽ താമസിച്ചാൽ ഇനിയും അയോധ്യയിൽ നിന്നും പലരും വരും എന്നങ്ങനെ മനസ്സിലാക്കി ശ്രീരാമ സീതാ ലക്ഷ്മണന്മാര് ചിത്രകൂടം വിടുന്നു. ദണ്ഡകം എന്നു പേരായിട്ടുള്ള ഘോര അരണ്യത്തിലേക്ക്, വനത്തിലേക്കാണ് പ്രവേശിക്കുന്നത്, യാത്ര ചെയ്തത്. അവിടെ നിന്നും ആ ദണ്ഡകാരണ്യത്തില് താമസം തുടങ്ങാൻ നിശ്ചയിക്കുന്നു. ഇവിടെ വഴിയിലാണ് അത്രി മഹർഷിയുടെ ആശ്രമം നമ്മൾ കണ്ടു. ഭാര്യയായ അനസൂയ, പവിത്രകളിൽ വെച്ച് പവിത്രയായ അനസൂയയാണ് സീതയ്ക്ക് എന്ത് നൽകുന്നത്? അതിമനോഹരമായ അല്ലെങ്കിൽ ദിവ്യ വസ്ത്രം നൽകുന്നത്. മനസ്സിൽ ഓർമ്മിക്കുക കേട്ടോ. കുണ്ടലങ്ങൾ നൽകുന്നു, കുറിക്കൂട്ട് നൽകുന്നു, അംഗരാഗം. അകമഴിഞ്ഞ് അനുഗ്രഹിച്ചു. ആ സീതയുടെ സൗന്ദര്യം ഒരിക്കലും നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുഗ്രഹം കൂടി അനസൂയ നൽകി. ദണ്ഡകവനത്തിൽ എത്തിച്ചേരുന്നു. ഘോര വനമാണ് ദണ്ഡകവനം. വൻമരങ്ങള് നിറഞ്ഞിട്ടുള്ളതാണ്. വള്ളിപ്പടർപ്പുകളും വൻമരങ്ങളും നിറഞ്ഞിട്ടുള്ള ദണ്ഡകവനം ഒന്ന് പോയി നോക്കിയാൽ മനസ്സിലാവും. വെയിലുള്ളിലേക്ക് വരില്ല. പകല് പോലും ഇരുട്ടായിരിക്കും. എങ്ങും നീർക്കെട്ടുകള്, വെള്ളത്തിന്റെ കുമിളകള്, ആ വെള്ളം ഇറ്റിറ്റ് വീഴുന്ന ശബ്ദം ഒക്കെയുള്ള സ്ഥലം. ഇവിടെ സിംഹം, കടുവ, കാട്ടാന, കരടി മുതലായ മൃഗങ്ങൾക്ക് കണക്കില്ല. വിഷസർപ്പങ്ങൾ ധാരാളം. ഭയങ്കരന്മായ രാക്ഷസന്മാര് സദാ വില്ലുകുലച്ചു വെച്ച് അമ്പുകൾ തയ്യാറാക്കി കരുതലോട് കൂടിയിട്ട് സഞ്ചരിക്കുന്നു. മുന്നില് ലക്ഷ്മണൻ, പിറകില് ലക്ഷ്മണന്റെ പിറകില് സീത, ഒടുവില് ശ്രീരാമൻ. അങ്ങനെയാണ്. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് വിരാധൻ എന്ന രാക്ഷസനെ കാണുന്നത്. ഘോരമായി അലറിക്കൊണ്ട് പാഞ്ഞെടുക്കുന്നു വിരാധൻ.
സീതയുടെ നേർക്ക് പാഞ്ഞെടുത്തു. ശ്രീരാമൻ അമ്പു തൊടുത്തു. കൈകൾ അറ്റുവീണു. വിരാധന്റെ തലയെറുത്തു. രാക്ഷസൻ മോക്ഷത്തിലെത്തി. ഒരു വിദ്യാധരനായിരുന്നു. ദുർവാസാവിന്റെ ശാപമേറ്റ വിരാധനായ കഥ. ആ കഥ എങ്ങനെ കഴിഞ്ഞു? ശാപമോക്ഷം. ഒരു വരം ചോദിച്ചു വാങ്ങി. എന്താണ്? ശ്രീരാമ പൂജയ്ക്ക് മാത്രം കൈകള് തിരിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന രംഗം. വിരാധന്റെ വർണ്ണനയൊക്കെ വളരെ വിശേഷമാണ്. നമുക്കതിലേക്കൊന്നും കൂടുതൽ കടക്കാൻ സമയമില്ല. ഭീകരമായ കാഴ്ചകൾ പലതും ഇവിടെ കാണും. മനുഷ്യനെ ഭക്ഷിക്കുന്ന രാക്ഷസനാണ് വിരാധൻ എന്ന് പറഞ്ഞു. കുഴിക്കണ്ണും ഒക്കെ ആയിട്ട് വിടർന്ന വായൊക്കെ ആയിട്ട് രക്തം വിറ്റി വീഴുന്ന പുലിത്തോലൊക്കെ ധരിച്ചൊരു സ്വരൂപമാണ്. കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വിസ്തരിച്ച് നമ്മൾ മനസ്സിലാക്കുക. സീതയെ പൊക്കിയെടുക്കുന്നതും രാമന്റെ നേർക്ക് അലറിപ്പാഞ്ഞെടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള രംഗങ്ങൾ. ഇദ്ദേഹം ഒരു ഗന്ധർവനായിരുന്നു, വിദ്യാധരനായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ദുർവാസാവിന്റെ ശാപം കൊണ്ടാണ്. മറ്റൊരിടത്ത് ഇതേ കഥ തന്നെ മറ്റൊരു തരത്തിലും പറയാറുണ്ട്. കുബേരന്റെ ശാപം കൊണ്ട് മാറിയതാണെന്ന് പറയും. ഏതായാലും ദശരഥ പുത്രൻ വരുമ്പോൾ മോക്ഷം കിട്ടും എന്നുള്ള അനുഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ആ അനുഗ്രഹം ഇവിടെ സാക്ഷാത്കരിക്കുകയാണ്. രാക്ഷസന്മാർക്ക് ശാശ്വത സുഖം ലഭിക്കാൻ കുഴിച്ചു മൂടണം എന്നാണ് ശാസ്ത്രം. രാക്ഷസന്മാര് വലിച്ചെറിഞ്ഞാല് ശാശ്വതമായിട്ടുള്ള സുഖം കിട്ടില്ല അത്രേ. അതുകൊണ്ട് കുഴിച്ചു മൂടണം. അത് ശാസ്ത്രം അങ്ങനെ കുഴിച്ചു മൂടി. പിന്നീട് വിരാധന്റെ നിർദ്ദേശപ്രകാരമാണ് ശരഭംഗൻ എന്നൊരു മഹർഷിയുടെ ആശ്രമമുണ്ട് ഇവിടെ അടുത്ത്. ഇവിടെ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിലെത്തി. മഹർഷി സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. ഫല മൂലങ്ങളൊക്കെ നൽകി. പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന ചെയ്തു. പാദം കഴുകിച്ചു. ആ തപസ്സിന്റെ ഫലം മുഴുവനും രാമന് ദാനം ചെയ്തു ശരഭംഗ മഹർഷി. താമസിക്കാൻ പറ്റിയ ഒരു ഇടം എവിടെയാണ് എന്ന് ചോദിച്ചു. സുതീഷ്ണ മുനിയെ ചെന്ന് കാണുകയാണ് നല്ലതെന്ന് നിർദ്ദേശമുണ്ടായി. അങ്ങനെ അവിടെ എത്തിച്ചേർന്നു. മുനിമാരെല്ലാവരും അവിടെ എത്തിച്ചേർന്നിട്ടുള്ള സ്ഥലമാണ്. രാക്ഷസന്മാരെ രാമൻ നിഗ്രഹിക്കണമെന്ന് അവിടെ വെച്ചിട്ട് എല്ലാവരും പറഞ്ഞു. അങ്ങനെ പ്രതിജ്ഞയെടുത്തു. സുതീഷ്ണ ആശ്രമത്തിൽ സന്തോഷത്തോടു കൂടിയിട്ട് ഒരു ദിവസം അവിടെ താമസിച്ചു. പിറ്റേ ദിവസം മുനിമാരുടെ ആശ്രമങ്ങൾ ധാരാളമുണ്ട്. മുനിമണ്ഡലം അത് കാണാനായിട്ട് തിരക്ക് കൂട്ടി. വളരെ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകണട്ടോ. അല്പമൊരു ശ്രദ്ധക്കുറവ് വന്നു കഴിഞ്ഞാൽ എല്ലാം അപകടത്തിലാകും. സൂക്ഷ്മക്കുറവുണ്ടായാൽ വലിയ അധർമ്മമാണ് വന്നുകൂടുക. കാമജങ്ങളായ ദോഷങ്ങളാണ് 3. അവയെ വിശദമായിട്ട് ഇവിടെ വെച്ച് പറയുന്നു. സന്യാസിമാർ, മുനികള്, തപശക്തിയുള്ളവര്. ആ ശക്തി അവർ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് രാമനോട് സഹായം അഭ്യർത്ഥിച്ചത്. തപശക്തി നന്മയ്ക്ക് വേണ്ടി മാത്രമേ വിനിയോഗിക്കാറുള്ളൂ. രാക്ഷസന്മാരെ അവർ ശപിച്ചിട്ടേയില്ല. നല്ല കാര്യത്തിന് വിനിയോഗിക്കണം തപശക്തി എന്നുള്ളത് കൊണ്ട് മാറി മാറി പല ആശ്രമങ്ങളിലായിട്ട് അങ്ങനെ അവിടെ താമസിക്കുന്നു. ഏതാണ്ട് 10 കൊല്ലം കഴിഞ്ഞു. വീണ്ടും സുതീഷ്ണ ആശ്രമത്തിൽ തന്നെ വന്ന് താമസിച്ചു. ഇതൊക്കെയാണ് ദണ്ഡകാരണ്യത്തിലുള്ള വിശേഷങ്ങള്. ഈ സമയത്ത് അഗസ്ത്യ മഹർഷിയെ ദർശിക്കുന്ന രംഗം. അഗസ്ത്യ മഹർഷി കുംഭസംഭവൻ വേണ്ടതുപോലെ എതിരേറ്റു സ്വീകരിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ചു. മഹർഷി ദിവ്യ ചാപവും ഉത്തമ ശരവും നൽകി. അക്ഷയ അമ്പൊടുങ്ങാത്ത 2 ആവനാഴിയും നൽകി. അതിനിടെ അഗസ്ത്യ മഹർഷി അതിശ്രേഷ്ഠമായിട്ട് സ്തുതിക്കുന്ന ശ്രേഷ്ഠ സ്തുതികളും ഒക്കെ ഇവിടെ വിവരിക്കും. പ്രസിദ്ധമാണ് അഗസ്ത്യ സ്തുതി. അഗസ്ത്യനെ മറക്കരുത്. ഇതേ അഗസ്ത്യനാണ് രാമരാവണ യുദ്ധസമയത്ത് യുദ്ധക്കളത്തിൽ വെച്ച് എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് വിജയത്തിന് വേണ്ടി, ശ്രീരാമ ജയത്തിന് വേണ്ടി, ശ്രീരാമ വിജയത്തിന് വേണ്ടിയിട്ട് അതിവിശേഷപ്പെട്ട സൂര്യ തേജസ് നിറഞ്ഞ മന്ത്രം, ആദിത്യ ഹൃദയ സ്തോത്രം ഉപദേശിക്കുന്നത്. അതൊക്കെ ആ സമയത്ത് നമുക്ക് വീണ്ടും മനസ്സിലാക്കാം. അഗസ്ത്യ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അഭിപ്രായ പ്രകാരമാണ് പിന്നെ പഞ്ചവടിയിലേക്ക് താമസം മാറിയത്.
പഞ്ചവടിയിലാണ് പിന്നീട് താമസിച്ചത്. ഇപ്പോഴിവിടെ നമുക്ക് ആ അഗസ്ത്യ മഹർഷിയുടെ സ്തുതിയും വിശേഷപ്പെട്ട രംഗങ്ങളും ഒന്ന് അനുസ്മരിച്ചുകൊണ്ട് പഞ്ചവടിയിലേക്ക് പ്രവേശിക്കാം. ഭദ്രം തേ രഘുനാഥമാനയ ക്ഷിപ്രം രാമഭദ്രം ഹൃദി സ്ഥിതം ഭക്തവത്സലം ദേവം പാർത്ഥിരുന്നീടുന്നു ഞാൻ എത്ര നാളുണ്ടു കാൺമാൻ പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം രാമ രാമേതി രാമമന്ത്രവും ജപിച്ചതികോമളം കാളമേഘശ്യാമളം നളിനാക്ഷം നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതു മുന്നം ദേവകളോടും കമലാസനനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ഘോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡലഭാരാപഹരണം ചെയ്തിടുവനെന്നു തന്നെ സാരസാസന സകലേശ്വര ദയാനിധേ ഞാൻ അന്നു തുടങ്ങി വന്നിവിടെ വാണിടിനേൻ ആനന്ദ സ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ താപസജനത്തോടും ശിഷ്യ സംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. രാമ രാമ വിദ്യാഭ്യാസൈകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ ത്വന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്ക് നിർമ്മലയായ വിദ്യ താനേ സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യയുണ്ടാകതെന്നും ചെറ്റില്ല 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും. ആകയാൽ തുൽഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്തമുക്തന്മാരില്ലേതും സംശയമോർത്താൽ തുൽഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കയുമില്ല. ശ്രീരാമ രഘുപതേ കേവലജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാ രാമ കാരുണ്യാമൃത സിന്ധോ. എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു, ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപതേ. സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്ന് വേദാന്തജ്ഞാന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. സാധുക്കളാകുന്നത് സമചിത്തന്മാരല്ലോ, ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി. നിസ്പൃഹന്മാരായി വിഗതൈഷണന്മാരായി സദാ ത്വൽഭക്തന്മാരായി നിവൃത്താഖില കാമന്മാരായി. സാധുക്കളവരോടു സംഗതിയുണ്ടാകുമ്പോൾ ചേതസി ഭവൽ കഥാശ്രവണേ രതിയുണ്ടാം. ത്വൽകഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. വിജ്ഞാനാദികൾ കൊണ്ടു മോക്ഷവും വരും. വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം. ആകയാൽ ത്വൽഭക്തിയും
നിങ്ങളെ പ്രേമവായ്പും രാഘവ സദാ ഭവിക്കേണമേ ദയാനിധേ. തുൽപാദാബ്ജങ്ങളിലും ത്വൽഭക്തന്മാരിലുമെന്നുൾപ്പൂവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകണം. ഇന്നല്ലോ സഫലമായി വന്നതു മമ ജന്മം, ഇന്നു മൽക്രതുക്കളും വന്നിതു സഫലമായി. ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു. സീതയാ സാർദ്ധം ഹൃദി വസിക്ക സദാ ഭവൻ. സീതാവല്ലഭ ജഗന്നായക ദാശരഥേ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്തു, കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴുമെന്നു വേണ്ട, നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മനസേ ഭവദ്രൂപം തോന്നേണം ദയാംബുധേ. കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജംഭാരിതന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം ബാണതൂണീരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദവിവശനായി പിന്നെയുമരുൾ ചെയ്താൻ. ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതേ വിനഷ്ടമായിടണം വൈകിടാതെ. സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനായി മർത്യനായി പിറന്നതും 2 യോജന വഴി ചെല്ലുമ്പോൾ അവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി. ഗൗതമീ തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാവസിക്കമോയ് ശേഷമുള്ളൊരു കാലം. തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുമെന്ന് അനുജ്ഞ നൽകി മുനി. ശ്രുത്വൈതൽ സ്തോത്രസാഗരമഗസ്ത്യ സുഭാഷിതം തത്വാർത്ഥസമന്വിതം. രാഘവൻ തിരുവടി ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ച് അഗസ്ത്യപാദാംബുജം യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യ ജാനകിയോടും എഴുന്നള്ളിയിടുന്നേരം. ഇവിടെയാണ് അഗസ്ത്യ മഹർഷിയുടെ അനുഗ്രഹം നേടിക്കൊണ്ട് പഞ്ചവടിയിലേക്ക് പ്രവേശിക്കുന്നു. ഈ പഞ്ചവടിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് ജടായുവിനെ കാണുന്ന രംഗം, ജടായു സംഗമം ഒക്കെ വിവരിക്കുന്നത്. ഇവിടെ വെച്ച് ലക്ഷ്മണന് ഏകാന്തത്തിൽ ഒരു ദിവസം ഭഗവാൻ ഉപദേശിക്കുന്ന ഒരു വിശേഷപ്പെട്ട ഉപദേശം, അത് ലക്ഷ്മണ ഉപദേശം തന്നെയാണ്. മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ, ഭക്തനാം അടിയനോട് അജ്ഞാനം നീങ്ങും വണ്ണം. പഞ്ചവടിയിൽ താമസിക്കുന്ന കാലത്താണ് ഏകാന്തത്തില് ആത്മതത്വമാകുന്ന ഉപദേശം ലക്ഷ്മണന് ഉപദേശിച്ചു കൊടുക്കുന്നത്. വളരെ മനോഹരമാണ്. നമുക്കത് കുറച്ച് സമയമെങ്കിലും എടുത്തുകൊണ്ട് വിസ്തരിച്ച് മനസ്സിലാക്കാൻ ഇടവരും. അങ്ങനെ ആ ലക്ഷ്മണ ഉപദേശമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ശൂർപ്പണഖ ആഗമിക്കുന്ന രംഗം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഇങ്ങനെ ഇവിടെ പല പല വിശേഷങ്ങളൊക്കെ കാണും. വനവാസം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ സമയത്താണ് വനവാസം തുടരുന്ന സമയത്ത് 13 വർഷം കഴിയുമ്പോൾ ഒരു തോന്നി ഇനി 1 വർഷം മാത്രമേ ബാക്കിയുള്ളൂ, സമയം എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസാന നിമിഷത്തിലാണ് എപ്പോഴും തിരക്ക് കൂട്ടുക.
ഈ അവതാര ലക്ഷ്യം പൂർത്തീകരിക്കേണ്ടുന്ന സമയമായി. പല പല ആശ്രമങ്ങളിലും ഇങ്ങനെ സഞ്ചരിച്ച് കഴിഞ്ഞുകൂടുകയാണ്. ഇനി അതൊക്കെ ഒന്ന് ഉറപ്പിച്ചു നിർത്തണമെന്ന് തോന്നി. അങ്ങനെയാണ് ഈ സുധീഷ്ണ ആശ്രമത്തിലും പിന്നീട് അഗസ്ത്യാശ്രമത്തിലൊക്കെ എത്തി അടുത്ത തീരുമാനത്തിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് പുണ്യഭൂമിയായ പഞ്ചവടിയിൽ ഗോദാവരി തീരം, ഗൗതമിയുടെ തീരത്ത് ആശ്രമം പണിത് താമസം ആരംഭിക്കുന്നത്. അവിടെ ഇനി പഞ്ചവടിയിൽ വെച്ചിട്ടുള്ള വിശേഷം, പഞ്ചവടി പ്രവേശം, ഈ ലക്ഷ്മണോപദേശം തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് അടുത്ത സുദിനത്തിൽ അനുസ്മരിക്കാം. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷാഃ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാബ്ധയേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം.